അവളുടെ മുഖം ഇനി ഞാനല്ലാതെ മറ്റാരും കാണരുത്. ഞാൻ അവളെ പ്രണയിച്ചിരുന്നു ആത്മാർത്ഥമായി. ആ പ്രണയം ഇനി നടക്കില്ല. അവളുമൊത്ത് ജീവിക്കാൻ ഇനി കഴിയില്ല. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് എന്റെ കുടുംബത്തിന്. അവളിൽ നിന്ന് വരെ ഞാൻ പണം കടം വാങ്ങേണ്ട അവസ്ഥ വന്നു. അവളിൽ നിന്ന് വാങ്ങിയ പണത്തിൽ കുറച്ചൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു. പക്ഷേ പൂർണ്ണമായി തിരിച്ചു കൊടുത്തില്ല. ഞാൻ മരിച്ചാൽ അവളെ മറ്റൊരാൾ വിവാഹം കഴിക്കും. അതെനിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നത്. പറയുന്നത് അഫാൻ. എന്തൊരു ദുരന്തമാണെന്ന് ഓർക്കണേ. എന്തൊരു ക്രൂരതയാണെന്ന് ഓർക്കണേ. ഇന്നത്തെ തലമുറയുടെ മാനസിക സമവാക്യം വല്ലാത്തൊരു രീതിയിലേക്കാണ് പോകുന്നത്. അതിന് ഉദാഹരണമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ. അഫാനും കുടുംബവും ഒരു കാലത്ത് നല്ല രീതിയിൽ ജീവിച്ചവരായിരുന്നു. അഫാന്റെ അച്ഛൻ സൗദിയിൽ പോയി ചോര നീരാക്കി 2 സ്ഥാപനങ്ങൾ തന്നെ സ്ഥാപിച്ചു. 2 കടകൾ തന്നെ അവിടെ ഇട്ടു. സൗദിയിൽ പോയി 2 കടകൾ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു റിസ്ക്കാണ്. അദ്ദേഹം അത് ചെയ്തു. പക്ഷെ പിന്നീട് സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ അദ്ദേഹത്തെ അത് വീർപ്പുമുട്ടിച്ചപ്പോൾ അത് അഫാന്റെ ആഡംബര ജീവിതത്തെയും ബാധിച്ചു. ആഡംബര ജീവിതം തകർന്നപ്പോൾ അഫാന് നിൽക്കക്കളിയില്ലാതായി മാറി. സ്വന്തമായി ഒരു ജോലി തേടി പോകാനുള്ള മാനസിക ധൈര്യവും അവനില്ലായിരുന്നു, അല്ലെങ്കിൽ ചങ്കുറപ്പും അവനില്ലായിരുന്നു. അവന് ആഡംബര ജീവിതമായിരുന്നു പ്രിയം. അതിനപ്പുറം ഒരു ജീവിതം തേടി പോകാനുള്ള, അതിനപ്പുറം ജീവിതത്തിലേക്ക് ഇറങ്ങാനുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവനില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഫർഹാനയുമായുള്ള പ്രണയം. ആ പ്രണയം യാഥാർത്ഥ്യമാക്കാൻ അവൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ അവന് മനസ്സിലായി, ഫർഹാനെ നിക്കാഹ് കഴിച്ചാലും തനിക്ക് അവളെ പോറ്റാൻ കഴിയില്ല. അങ്ങനെ വന്നപ്പോൾ അവനാകെ തകർന്ന് തരിപ്പണമായി മാറി. മദ്യത്തിന്റെ ലഹരിയിലും ഉന്മാദത്തിന്റെ അവസ്ഥയിലും അവൻ കൊലകൾ ചെയ്തു കൂട്ടിയ കൊലകൾക്ക് അവന് ഇപ്പോഴും പശ്ചാത്താപമില്ല എന്നാണ് പോലീസ് പൊളിറ്റിക്കലോട് പറഞ്ഞത്. കൊലകൾ ചെയ്തു കൂട്ടിയ ശേഷം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ അവൻ ശ്രമിച്ചു. അവിടെ അവന് പാളിപ്പോയി. ഇപ്പോൾ അവൻ ചികിത്സയോട് സഹകരിക്കുന്നുണ്ട്. അത് പോലീസ് മുറയനുസരിച്ച് പിന്നീട് അവര് ചികിത്സയോട് സഹകരിപ്പിച്ചോളൂ. പക്ഷേ ഈ ചെറുക്കൻ, 23 വയസ്സുള്ള ഈ ചെറുക്കൻ അവളെ കൊന്നതിന് കാരണം ഞാനല്ലാതെ മറ്റൊരാൾ അവളുടെ മുഖം ഇനി കാണരുത് എന്നുള്ളൊരു മാനസിക അവസ്ഥയിൽ നിന്ന് പ്രണയത്തിന്റെ ഒരു ഭ്രാന്തമായ തലത്തിലേക്ക് അവൻ സഞ്ചരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന്റെ ജീവിതം രക്ഷപ്പെടുമായിരുന്നു. ഞങ്ങൾ ഈ സ്റ്റോറി 2 ദിവസം വെയിറ്റ് ചെയ്തത്, ഒരുപാട് പ്രേക്ഷകർ എന്നെ വിളിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ ചോദിച്ചു. ഷാജേട്ടൻ ചെയ്തില്ല എന്നൊക്കെ ചോദിച്ചു. ചെയ്യുമ്പോ നന്നായി ചെയ്യണം. അല്ലാതെ ഈ ചാനലുകളും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളും പറയുന്ന കേട്ട് സ്റ്റോറി ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുമ്പോ അത് ചെയ്തതായിരിക്കണം. അത് പൊളിറ്റിക്സ് കേരളയ്ക്ക് നിർബന്ധമാണ്. എന്തായാലും ഈ പയ്യന്റെ മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെ. പ്രണയിക്കുന്നവളെ താമര പൂ പോലെ മനസ്സിൽ സൂക്ഷിക്കണമെന്നൊക്കെയാണ് കവിവാക്യം. പക്ഷെ ഇവൻ ചെയ്തത് അവളുടെ മുഖം മറ്റാരും കാണണ്ട എന്നൊരു തീരുമാനമാണ്. ഭ്രാന്തമായ തലത്തിൽ നിന്നായിരിക്കും അവനത് ചെയ്തതെന്ന് ഒരു പോലീസുകാരൻ
ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു. ഭ്രാന്തമായ തലത്തിൽ നിന്നാണ് ചെയ്തതെങ്കിലും ഇന്നത്തെ യുവത്വം ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ഭയപ്പെടും. സ്റ്റാമ്പും MDMA-യും എന്താ പറയുക ഒക്കെ വാഴുന്ന ഒരു കാലം. ആ കാലത്ത് എന്തും എപ്പോഴും സംഭവിക്കാം. അതാണ് അഫാന്റെ മാനസിക നില പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. പ്രണയിക്കുന്നവളെ, ഞാൻ പ്രണയിച്ചവളെ മറ്റാരും ഇനി കാണുന്നില്ല. അതുകൊണ്ടാണ് ആ കൊച്ചിനെ ഇത്രയും വികൃതമായി ഈ ചെറുക്കൻ കൊന്നുകളഞ്ഞത്. അത് പൂർണ്ണമായി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ ഈ കൊലപാതകത്തിന്റെ ആ കൊച്ചിന്റെ കണ്ണ് പോലും പുറന്തള്ളി, നെറ്റി അടിച്ച് പൊട്ടിച്ച് തലയോട്ടി പുറകിൽ വന്നിരുന്നു. ആ രീതിയിലാണ് അവന്റെ കാമുകിയെ കൊന്നത്. തലമുറകൾ മാറും തോറും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് ആശ്വസിക്കാനേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ആശങ്കപ്പെടാനേ നമുക്ക് പറ്റൂ, അല്ലേ പ്രേക്ഷകരെ?